ഗേയം സുഗീതം കഥരാഘവേയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദലബ്ധിക്കിനിയെന്തു വേണ്ടു. രാമായണം ജീവാമൃതം കർക്കടകം 4. എഴുത്തച്ഛനിൽ നിന്നും വാൽമീകിയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആദി കവിയാണ് വാൽമീകി എന്ന മഹർഷി. അദ്ദേഹത്തിൻ്റെ പൂർവജന്മത്തിലെ ഒരു കഥ നാം എല്ലാം കേട്ടതാണ്. രത്നാകരൻ എന്ന പിടിച്ചുപറിക്കാരനായിരുന്നുവെന്നും സപ്തർഷികൾ ആ വഴി വന്നപ്പോൾ അവരെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി എന്നുമൊക്കെയുള്ള കഥകൾ. പക്ഷേ അവരുടെ ചോദ്യത്തിനു മുന്നിൽ രത്നാകരൻ പതറി. സപ്തർഷികൾ പറഞ്ഞതിങ്ങനെയാണ്: ഞങ്ങളുടെ കയ്യിലുള്ളത് കുറച്ച് ഗ്രന്ഥങ്ങളും മരവലിയും കമണ്ഡലവുമാണ്. അത് മാത്രമാണ് ഞങ്ങളുടെ ധനം. ഇതുകൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം? രത്നാകരൻ കുടുംബപാലനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ, താൻ ഇതൊക്കെ ചെയ്യുന്നത് തൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് എങ്കിൽ അവർ ഇതിൻ്റെ പാപഭാരം ഏറ്റെടുക്കുമോ എന്ന് അവരോട് ചോദിക്കണം. സപ്തർഷികളുടെ ഈ ചോദ്യം കേട്ടപ്പോൾ വളരെ പ്രതീക്ഷയോടെ രത്നാകരൻ വീട്ടിലേക്ക് ഓടുകയും മഹർഷിമാരുടെ അതേ ചോദ്യം കുടുംബത്തിലുള്ളവരോട് ചോദിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവന് കിട്ടിയ ഉത്തരം: താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഈ മറുപടി കേട്ട രത്നാകരൻ ആകെ വിഷമിതനായി. താൻ ഇതുവരെ ചെയ്തത് തെറ്റാണെന്നും താനിതിൽ പശ്ചാത്തപിക്കുന്നുവെന്നും പറഞ്ഞപ്പോൾ സപ്തർഷികൾ പറഞ്ഞു: താൻ ചെയ്തത് തെറ്റാണ് എന്ന തിരിച്ചറിയലാണ് വളരെ പ്രധാനം. ആ തിരിച്ചറിവിൽ നിന്നാണ് പലരുടെയും ജീവിതത്തിൻ്റെ വഴി തന്നെ മാറിപ്പോകുന്നത്. എന്തായാലും തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ കാട്ടാളനെ നേർവഴിക്ക് നയിക്കാനുള്ള മാർഗം സപ്തർഷികൾ പറഞ്ഞുകൊടുത്തു. സപ്തർഷികൾ എന്ന ഗുരുനാഥന്മാരുടെ നിർദ്ദേശവും മാർഗദർശനവും ലഭിച്ചപ്പോൾ രത്നാകരൻ എന്ന കാട്ടുകൊള്ളക്കാരൻ വാൽമീകി എന്ന ലോകഗുരു സ്ഥാനത്തേക്ക് ഉയർന്നു. ഇത് ആദികവിയായ വാൽമീകിയുടെ കഥ. എന്നാൽ ഈ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതാണ് നമുക്കിന്ന് ചിന്താവിഷയമാക്കേണ്ടത്. ഭാഗവതത്തിൽ പറയുന്നു: ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണോ ഭവിഷ്യതി. ഒരു വ്യക്തിയുടെ വളർച്ചയിൽ അവൻ്റെ ഗുരു നൽകുന്ന സ്വാധീനം വളരെ വലുതാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത വിഭാഗമാണ് ഇന്ന് ഗുരുപൂജയുടെയും പാദപൂജയുടെയും ഒക്കെ പേരിൽ വിവാദമുണ്ടാക്കുന്നത്. ആ വിവാദത്തെ ന്യായീകരിക്കാൻ കുറെ സാംസ്കാരിക നായകർ എന്ന് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടവരും. ഓരോ വ്യക്തിയുടെയും ജീവിത വിജയത്തിന് ഒരു മാർഗനിർദ്ദേശകൻ അത്യാവശ്യമാണ്. ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ സർഗപ്രതിഭ ഉണരണമെങ്കിൽ ശ്രദ്ധയും വേണം. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് ഗീതയും പറയുന്നു. ശ്രദ്ധയെന്ന് പറയുന്നത് നിരന്തരമായ ധ്യാനത്തിലൂടെ ശക്തിപ്പെട്ടു വരേണ്ട ഒരു ബോധപ്രവാഹമാണ്. ശ്രീബുദ്ധനും ഇത്തരത്തിലുള്ള ബോധോദയത്തിലൂടെയാണ് ലോക നന്മയ്ക്കായി ഇറങ്ങിത്തിരിച്ചത്. ഇത്തരം ബോധധാര നമുക്ക് അനുഭവിക്കണമെങ്കിൽ ഓരോരുത്തരും അവനവനിലേക്ക് നോക്കണം. ഇത്തരം അന്തർദർശനത്തിന് തയ്യാറാകണമെങ്കിൽ ആദ്യം
പ്രപഞ്ച വിരക്തിയുണ്ടാകണം. ഭാര്യാപുത്രാദികളുടെ വാക്കുകൾ കേട്ട നിഷാദനിൽ ആദ്യമുണ്ടായത് ഇത്തരത്തിലുള്ള പ്രപഞ്ച വിരക്തിയാണ്. വിരക്തി വന്ന സാധകന് മുമ്പിൽ ഗുരു പ്രത്യക്ഷമാകും. ഇതുതന്നെയാണ് സപ്തർഷി സംഗമം. ഇത്തരത്തിൽ ശ്രദ്ധയോടെ ചെയ്ത ധ്യാനത്തിൻ്റെ പ്രതീകമാണ് രത്നാകരൻ്റെ തപസ്. പിന്നീട് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത് ഋഷിയുടെ രൂപത്തിലാണ്. ധ്യാനത്തിലൂടെ ആർജിച്ച കവി പ്രതിഭയുമായാണ് പുതുലോകത്തിലേക്ക് വാൽമീകി എത്തിച്ചേരുന്നത്. ചിന്തിക്കുക, നമ്മിൽ ഓരോരുത്തരിലും രത്നാകരൻ എന്ന നിഷാദനുണ്ട്. പ്രതിഭായുക്തനായ വാൽമീകിയുമുണ്ട്. ധ്യാനത്തിലൂടെ, നിതാന്തമായ ശ്രദ്ധയിലൂടെ നമ്മളും ചിതൽപുറ്റിനകത്ത് വസിക്കാൻ തയ്യാറായാൽ നമ്മൾ ഓരോരുത്തരിലും ഓരോ വാൽമീകി ഉണർന്നെഴുന്നേൽക്കും. അതിനാകട്ടെ ഈ രാമായണം ജീവാമൃതം.